ഏതൊരു മനുഷ്യനും ഒരു ചെറിയ വീട് വയ്ക്കണം എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ നമ്മൾ വെച്ച് വരുമ്പോൾ നമ്മൾ അതിൽ ചേർക്കാവുന്ന, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചേർക്കാവുന്ന എല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ വീടിനെ മനോഹരവും ശാന്തസുന്ദരവുമാക്കാൻ ശ്രമിക്കും. ഞാനിതൊക്കെ ഈ അന്ധവിശ്വാസങ്ങളിലാണല്ലോ. പക്ഷെ വീടുകൾ വയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായം വാസ്തു നോക്കി തന്നെ വയ്ക്കണം. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ തച്ച് ശാസ്ത്രം അറിയുന്ന ആളുകൾ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് വാസ്തു നോക്കി അറിയുന്നത്. അതൊരു അന്ധവിശ്വാസമായി ഞാൻ കാണുന്നില്ല, അതൊരു വിശ്വാസമാണ്. കാരണം അതിന് പല ശാസ്ത്രമുണ്ട്. തച്ച് ശാസ്ത്രം എന്ന് പറയുന്ന പഴയ മേശരിമാർക്ക് അറിയാമായിരുന്ന ഒരു ശാസ്ത്രമുണ്ട്. അവർക്കത് കറക്റ്റായിട്ട് അതിൻ്റെ അളവുകളും കാര്യങ്ങളും, കിണർ എവിടെ കുഴിക്കണം എന്നവർക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രത്തോളം ഭൂമിക്കിടയിൽ എവിടെ വെള്ളമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നത്ര ഒരു അറിവ് അവർക്കുണ്ട്. അപ്പോൾ ആ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഏത് സമുദായം എന്നൊന്നും നമ്മൾ ഫ്ലാറ്റ് പണിഞ്ഞാൽ പോലും, എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി കഴിഞ്ഞാൽ പോലും അത് കൺസ്ട്രക്ട് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അവർ വാസ്തു നോക്കിയിട്ടേ പറയൂ, ഇതാണ് ഇതിൻ്റെ വാസ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് വാസ്തുവിനെ പറ്റി ഭയം വേണ്ട എന്ന് ബോധ്യപ്പെടുത്തിയാലേ ആളുകൾ വാങ്ങിക്കുള്ളൂ. വാസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളതിൻ്റെ ഉദാഹരണമാണ് അമ്മയുടെ ആഫീസിൽ കൊണ്ട്, അമ്മ അസോസിയേഷൻ എന്നും അടിയാണ്. എന്ന് ആ ഓഫീസിലേക്ക് മാറിയോ അന്ന് മുതൽ അത് നാശത്തിലേക്കാണ്. കാരണം അതിൻ്റെ വാസ്തു കറക്റ്റല്ല. വാസ്തു എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കാരണം അത് ഞാൻ അന്ധവിശ്വാസം പറയുന്നതല്ല, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ്. ഞാനവിടെ കയറുമ്പോഴേ പിഷാരടിയിൽ പറഞ്ഞു, ഇത് നാശത്തിലേക്കുള്ളതാണ്, ഇതിനകത്ത് കയറരുത് എന്ന് പറഞ്ഞു. ഞാൻ അത് സംഭവിക്കും ദിവസങ്ങൾ കൂടി. കാരണം വെച്ചാൽ അതിനുശേഷം ആ സംഘടനയിൽ സമാധാനം ഉണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതിലൊക്കെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ആ വാസ്തുവൊക്കെ നോക്കി അത് ഇവർ തന്നെ കോൺട്രാക്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട്, ഒരുപാട് ജ്യോത്സ്യന്മാരെ കാണുന്നത് മാറിയും തിരിഞ്ഞൊക്കെ പറയും. കാരണം നമ്മൾ മലയാളത്തിലെ ഒരു സംവിധായകനും, ഒരു പ്രശസ്ത സംവിധായകനും പിന്നെ ആക്ടറും, രണ്ടുപേരും സൂപ്പർ സ്റ്റാറാണ്. രണ്ടുപേരും ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ വീട് തിരുവനന്തപുരത്തുള്ള അവരെ വലിയ വീടാണ്, വളരെ വലിയ വീട്. ആ വീട് എൻ്റെ ആ ഓർമ്മയിൽ ഇവർ 3 പ്രാവശ്യം പൊളിച്ചുകൊണ്ടിരുന്നത്. ഏത് വാസ്തു നോക്കുന്നവർ ജ്യോത്സ്യം എന്ന് പറയും, ഇത് പൊളിച്ചേക്കാൻ പറയും. ഉടനെ കംപ്ലീറ്റ് ഇവർ വീട് വേറൊരു ഫ്ലാറ്റിലോട്ട് താമസം മാറിയിട്ട് ഈ വീട് മൊത്തം അടിച്ചു പൊട്ടിച്ച് മാറ്റി. ഉള്ള പൈസയെല്ലാം വീട് പണിക്കാനേക്കാളും കൂടുതൽ പൈസ അവർക്ക് വീട് മാറ്റാൻ. അപ്പം പറയും ഈ കഥവ് ശരിയല്ല. ഉടനെ ആ കഥ തട്ടിയിടിച്ച് അവർ അടുത്ത സൂപ്പർ സ്റ്റാർ വേറെ വീട്ടിലോട്ട് മാറിയിട്ട് അടിച്ചു പൊട്ടിച്ച് അത് പണിയും. ഇങ്ങനെ അന്ധവിശ്വാസമാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വാസ്തു ഉണ്ട് നമ്മൾ. ഇത് വ്യാപാരശാലയായാലും വീടാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും, ക്ഷേത്രത്തിന് നമ്മൾ സമിതിയോട് ചോദിച്ച് വാസ്തുവും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ക്ഷേത്രം പണിയുണ്ട്. അവരാണ് അതിൻ്റെ തീരുമാനം എടുക്കുക, നമ്മളല്ല. തന്ത്രിയോട് ചോദിക്കും, ഇവിടുത്തെ അമ്പലത്തിലെ തന്ത്രിയോട് ചോദിക്കും. അങ്ങനെയെല്ലാം ചോദിച്ചിട്ടാണ് ഒരു വാസ്തു നോക്കിയിട്ട് ക്ഷേത്രം പോലും. കാരണം ക്ഷേത്രങ്ങൾ പോലും വാസ്തു തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി ആ ക്ഷേത്രത്തിൻ്റെ കാര്യം വരാറുണ്ട്. അതുകൊണ്ട് വീടുകൾ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വാസ്തു നോക്കണം. പിന്നെ 5 സെൻറ്റ് താഴെയുള്ള വീടാണെങ്കിൽ വാസ്തു നോക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ പരിമിതിയിൽ നഗരത്തിലൊക്കെ വയ്ക്കുമ്പോൾ അതിന് വാസ്തുവിൻ്റെ ആവശ്യമില്ലെന്ന്.